അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു 4 മണി തൊട്ടുള്ള കുറച്ച് 3 പാർസലുണ്ട് കേട്ടോ കിട്ടാൻ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ലെങ്ത് വീഡിയോ ആണ് ചെയ്യണത്. അപ്പോൾ മോള് വിശക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് എൻ്റെ ഐഡിയയിൽ തോന്നണത് കാറായിട്ട് ഞാനിത് ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. പക്ഷേ ഇത് ബ്രെഡ് ഓംലെറ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്കറിയില്ല. ഞാൻ ഏകദേശമൊക്കെ എനിക്കറിയുന്ന ഐഡിയ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടോ. എന്തായാലും ലാസ്റ്റ് തിന്ന് നോക്കിയപ്പോൾ ഒരു രക്ഷയില്ലായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചീസിൻ്റെ ടേസ്റ്റും നമ്മളെ കോഴിമുട്ടയും, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനിതിങ്ങനെ ചോദിക്കേണ്ടതായിരുന്നു അതിൽ ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നല്ല അടിപൊളി ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നിങ്ങളെന്തായാലും കണ്ടോക്കി. നാളിപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിരുന്നൊരു വ്യക്തി എന്താണെന്ന് വെച്ചാൽ, എന്തായാലും ഇങ്ങനെ കാണിക്കണില്ല വീഡിയോയിൽ, അത് മതി പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന്. പക്ഷേ കാണിക്കണമെങ്കിൽ കൂടി നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവണ്ടേ, നല്ലല്ലേ പറഞ്ഞാലല്ലേ നിങ്ങൾക്കത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാ ഇന്നൊരു 3 പ്രൊഡക്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ടൈം നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ എന്താ ഐറ്റം എന്നൊന്നും പറയണില്ല, നിങ്ങൾ വീഡിയോയിൽ കാണും. അപ്പോൾ ഇത് ഞാൻ 3 കിട്ടിയിട്ടുള്ള ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഇന്ന് മീഷോൻ്റെ പ്രൊഡക്റ്റ് ഒന്നല്ല, ഇന്ന് ഈ കാർട്ടിൻ്റെ പ്രൊഡക്റ്റാണ് റിസീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കല്ലേ എന്താ ഐറ്റം എന്ന് വെച്ചാൽ നിങ്ങളെയും കൂടി കാണിക്കണ്ടേ. ഇത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇതിൻ്റെ പഴയ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പഴയ സ്റ്റോക്ക് എന്ത് ചെയ്തു, കേടന്ന് പോയി, അത് വർക്ക് ചെയ്യണില്ല. അപ്പോൾ ആ കാരണം കൊണ്ട് ഞാൻ പുതിയത് വാങ്ങിച്ചതായിരുന്നു കേട്ടോ. തീരെ വർക്ക് ചെയ്യണില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര നമ്മളിപ്പോൾ ഒരു എഫേർട്ട് എടുക്കുമ്പോൾ അതിലോട്ടുള്ള ഒരു ടൂൾസും കൂടെ നമ്മളെ കയ്യിലുണ്ടാകുമ്പോഴല്ലേ രണ്ടും മാനേജ് ചെയ്ത് ഒരുമിച്ച് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാട്ടോ അങ്ങനെ ഞാനിത് കാണിച്ചുതരാം. ഇത്
ആൾക്ക് പിടി കിട്ടിയിട്ടില്ല. ഇത് എവിടെ ഓപ്പൺ ആക്കും, എങ്ങനെ എടുക്കും, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എങ്ങനെ നമ്മൾ ഐറ്റം കിട്ടുന്നൊന്നും. അത് നമ്മൾ കിടന്നിട്ട് കളിക്കാണ് ഗൈസ്. എനിക്കും പിടുത്തം കിട്ടിയിട്ടില്ല, ഞാനും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ ഫൈനലി ഞാൻ തന്നെ എൻ്റെ ഹെൽപ്പോട് കൂടെ തന്നെ ആൾ ഓപ്പൺ ആക്കിയിട്ടാണ്. അപ്പോൾ അതാ അങ്ങനെ ഫൈനലി ഞാൻ കാണിച്ചിട്ടാ എന്താ പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ പ്രൊഡക്റ്റ് അവസാനം ഞാൻ തന്നെ റിസ്ക് എടുത്തിട്ട് ഒക്കെ അത് കാണിച്ചു കൊടുത്തിട്ടാണ്. ഇതെവിടെ നിന്ന് ഓപ്പൺ ആക്കേണ്ട. ഓൾ നടുവിൽ കയറി, സൈഡിൽ കയറി, മുകളിൽ സൈഡ് പാർട്ടിൻ്റെ 4 സൈഡിൽ ഓൾ കയറിയാണ്. എന്നിട്ട് ഓൾക്കൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഇതെവിടെ ഓപ്പൺ ആക്കണം, എങ്ങനെ എടുക്കണം. പിന്നെ എനിക്ക് 2 ദിവസമായിട്ട് നല്ല ജലദോഷം പനിയുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലും കൂടി ഞാൻ വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാമല്ലേ. ലാസ്റ്റ് ഓള് കുറേ കീറിക്കിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങോട്ടൊന്നും ഒരു ഐഡിയ കിട്ടണില്ല. ലാസ്റ്റ് ഇതിന് എൻ്റെ ഹെൽപ്പോട് കൂടെയാണ് പിന്നെ ഓള് ഓപ്പൺ ആക്കിയിട്ടുള്ളത് കേട്ടോ. Doggy mom, the 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 doggy mom, it's the doggy mom, 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 yeah. Doggy mom, the doggy mom, the doggy mom, the doggy mom. It's a dead dog on your mom. Dog, yeah. The doggy mom, 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 the doggy mom. The doggy mom, 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 the doggy mom. It's on your mom. It's the dead dog. Doggy mom, the dog on your mom, doggy mom, the doggy mom, the dog on your mom, the dog on your mom, the dog on your mom. The dog on your mom, 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 the dog on your mom. We are a dead dog family. We are so happily. The dog on your mom, the dog on your mom, the dog on your mom, the dog on your mom. Hey guys, that was my song Dead Dog on Your Mom. It's a joke song if you can't tell. It's a joke me and my friends have. There's games where we can name things, and we like to name our things Dead Dog. It's very fun to do. You should try it. No, but seriously, I will actually try to make real songs, but for an hour meme song. നിങ്ങൾക്കൊരു പ്രയോഗം അറിയോ? എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം, കേടുവരാത്ത കളിപ്പാട്ടങ്ങളുടെ പ്രതീകങ്ങളാണ് നല്ല മക്കൾ എന്ന്. അല്ല, കളിക്കാൻ കേടുവരുത്താത്ത മക്കളാണ് കേടുവരുത്താത്ത കളിപ്പാട്ടങ്ങളുടെ പ്രതീകം എന്നാണ് കേട്ടോ ഈ ഒരു പ്രയോഗം. അപ്പോൾ അങ്ങനൊരു പ്രയോഗമുണ്ട്. ഈ ഒരു പ്രയോഗം എന്ന് വെച്ചാൽ ഞാൻ ഈ TTC ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഞങ്ങൾ സാറ് പറഞ്ഞതാണ് കേട്ടോ ഈ ഒരു പ്രയോഗം. എന്തായാലും നമുക്കതൊക്കെ പോട്ടെ, അതൊന്നല്ല ഇപ്പോൾ ഇവിടുത്തെ വിഷയം. എന്തായാലും നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടിയില്ലേ, നമ്മൾക്ക് അറിവ് ഷെയർ ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ. അത് നമ്മളിങ്ങനെ ഷെയർ ചെയ്യലാണ് നമ്മളെ അറിവ് എന്ന് പറഞ്ഞാൽ എന്താ, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക വിവരങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് നമ്മളെ വെയിറ്റ് മെഷീൻ. ഇതിൻ്റെ കൂട്ടത്തിൽ 2 കാർഡ് ഉണ്ട് കേട്ടോ. ഒന്ന് കാർഡിൻ്റെ യൂസേജും അതിൽ എങ്ങനെ നമ്മൾ വെയിറ്റ് മെഷീൻ്റെ യൂസേജ് നമ്മൾ എങ്ങനെ എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യണം, അതുപോലെ ഇതുമേൽ എത്ര വെയിറ്റ് പാടുണ്ട്, പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് എങ്ങനെ ഡിജിറ്റൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാം. പക്ഷേ ഇതിൻ്റെ കൂടെ 2 ബാറ്ററി ഫ്രീ കിട്ടി. പക്ഷെ അതൊക്കെ ഇട്ട് നോക്കിയിട്ടും നോ വർക്കിംഗ്. കുറേ കഷ്ടപ്പെട്ടു ഗൈസ്, എന്നിട്ടൊന്നും എന്താ പറയുക, ഒരു വർക്കിംഗ് ആയില്ല ഗൈസ്.
എന്തായാലും ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് പിന്നെ ഞാൻ വിചാരിച്ചു ഓണാക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും സ്വിച്ചൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കി, കുറേ തിരിച്ചു മറിച്ച് നോക്കി, എന്നിട്ടൊന്നും എന്താ പറയുക ഒരു റെസ്പോൺസ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ അതാ ഞാൻ കുറേ നോക്കിയിട്ടൊന്നും കറക്റ്റായിട്ടുള്ള റെസ്പോൺസോ റിസൾട്ടോ ഈ ഒരു ടോൾ മെഷീനിൽ കിട്ടിയില്ല. അപ്പോൾ ഞാനിതെന്ത് ചെയ്തു അവസാനം എന്തായാലും വർക്കിംഗ് അല്ലാത്ത കണ്ടീഷൻ കൊണ്ട് നമ്മളിത് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം നേരെ കമ്പനിയിലോട്ട് റിട്ടേൺ ആക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇത് റിട്ടേൺ ആക്കാനുള്ള ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടെ. വ്യൂസും കുറവാണ്, സബും കുറവാണ്. നമ്മളിങ്ങനെ വീഡിയോ ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എല്ലാവരിലോട്ടും എത്തിയാലാണ് എന്താ പറയുക നമുക്കതൊരു സപ്പോർട്ടാവുള്ളൂ അല്ലേ, ഞാൻ പറയട്ടാ. അങ്ങനെ പിന്നെതാ ഇതൊക്കെ ക്ലോസ് ചെയ്ത് ഇതിൻ്റെ ബാക്ക് ലിഡൊക്കെ ക്ലോസ് ചെയ്ത് ഞാൻ കാണിച്ചു ഞങ്ങളെ വെയിറ്റ് നോക്കുമ്പോൾ നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് വെയിറ്റൊക്കെ നോക്കിയതിട്ടാ. പക്ഷേ ഡിജിറ്റൽ വർക്ക്, ഒരു ഡിജിറ്റൽ വർക്കല്ല ഗൈസ്, എന്താ ചെയ്യുക. അപ്പോൾ പിന്നെന്ത് ചെയ്തു, പിന്നെ ഇനി അടുത്ത പ്രൊഡക്റ്റ് നമുക്ക് പൊട്ടിക്കാം. അതവിടെ ഇട്ട് അത് കഴിഞ്ഞ് ഞാൻ അത് റിട്ടേൺ ആക്കി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയെടുത്ത് വെച്ചു. അതേ ബോക്സിൽ തിരിച്ച് റിട്ടേൺ കയറ്റി ഗൈസ്. പക്ഷേ ഇനി അത് ആൾ വന്നിട്ട് പിക്കപ്പ് ബോയ് വന്നിട്ട് കൊണ്ടുപോകണം. അടുത്ത പ്രൊഡക്റ്റ്, ഈ പ്രൊഡക്റ്റ് ഞാൻ നന്നായിട്ട് ആഗ്രഹിച്ച പ്രൊഡക്റ്റ് ആട്ടോ. ഇതിൻ്റെ സെയിം പ്രൊഡക്റ്റിന് ഞാൻ നല്ല ഹൈ കോസ്റ്റിനും കണ്ട് ലോ കോസ്റ്റിനും കണ്ടു. അപ്പോൾ ഹൈ കോസ്റ്റിലുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ നേരത്തെ ലോ കോസ്റ്റിലുള്ള പ്രൊഡക്റ്റാണ് വേഗം ഓർഡർ ചെയ്തത്. ബട്ടർഫ്ലൈൻ്റെ ഇയറിങ്സ് ആണ് കണ്ടത്. നല്ല രസമല്ലേ, ഞാനെൻ്റെ ചെവിയിലിട്ടിട്ടുള്ളൊരു വീഡിയോ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം എനിക്ക് നല്ല ഇഷ്ടമായിട്ടാണ് ഈ ബട്ടർഫ്ലൈ. നമ്മളെ കളർ ഡ്രസ്സ് ചില ഡ്രസ്സുകൾക്കൊക്കെ നന്നായിട്ട് ചേരും കേട്ടോ, കളർ ഡ്രസ്സുകൾക്കൊക്കെ. അങ്ങനെ വാങ്ങിയതാട്ടോ ഞാൻ ഈ ഫാൻസി കമ്മൽ അങ്ങനത്തെ ഒന്നും ഞാൻ യൂസ് ആക്കലില്ല. പക്ഷെ എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നി, അങ്ങനെ ഞാൻ യൂസ് ഇങ്ങോട്ടൊക്കെ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കമ്മൽ ഇത് കണ്ടാണ് ഞാൻ ഇട്ടതാണ് എൻ്റെ ചെവിമേൽ. ഇങ്ങനെ നല്ലൊരു ഫ്ലാഷ് ലുക്ക് ഉണ്ട് കേട്ടോ നമ്മളെ ചെവിയിലിട്ടിട്ട്. അങ്ങനെ അടുത്ത പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് റൂമൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ക്ലീൻ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. വാർഡ്രോബിൻ്റെ ഉള്ളിലും അതുപോലെ ജനലിൻ്റെ മിററും അതുപോലെ നമ്മളെ അൽമാറിൻ്റെ മിററും അതുപോലെ സ്റ്റഡി ടേബിളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ക്ലീനിങ് ക്ലോത്ത് വാങ്ങിയതാട്ടോ. പക്ഷേ ഞാൻ ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു സർഫ് കളർ ക്ലോത്തായിരുന്നു ഓർഡർ ചെയ്തതിന്. പക്ഷേ അവരെനിക്ക് അയച്ചു തന്നത് 2 കളറിലുള്ള ക്ലോത്താട്ടോ. അപ്പോൾ അവർ ഗ്രീറ്റിംഗ് കാർഡൊക്കെ താങ്ക് യു ഫോർ യുവർ ഓർഡർ, സപ്പോർട്ടിങ് മൈ സ്മോൾ ബിസിനസ്, വി വാല്യൂ യുവർ ഫീഡ്ബാക്ക് ആൻഡ് റിവ്യൂ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞങ്ങളൊരു സപ്പോർട്ട് ഒരു സാധനം എടുത്തതിന്, ഒരു കമ്പനിയിൽ നിന്ന് സാധനം എടുത്തതിന് ഒരു 2 കവറിൽ നല്ല ഗ്രീറ്റിംഗ് കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പ്രൊഡക്റ്റ്, 2 കളറിലുള്ള ക്ലോത്ത് റിസീവായ പ്രൊഡക്റ്റ്.